Hi all, welcome to Competitive Cracker. എൻ്റെ പേര് മിത്തു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഡിഗ്രി പ്രിലിംസ് എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മാത്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലെ. അപ്പോൾ മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. നമ്മളത് ചെയ്യുന്നത് കൂടി ഏതൊക്കെ ടോപ്പിക്കുകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു ഏരിയ നമുക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാവുന്നതാണ് അല്ലെ. അപ്പൊ നമുക്കിന്ന് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ച ഡിഗ്രി പ്രിലിംസിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what is the value of x if 7 raised to x plus 2 equal to 49 raised to 2x minus 3? Okay, powers ഒക്കെ വരുന്നയാ. ഇത് നമുക്കറിയാം, a raised to n equal to a raised to m ആണെങ്കിൽ എന്താ, n-ഉം അതായത് ഇവിടെ നോക്കിയേ ബേസ് ഈക്വൽ ആയിട്ടാണ് വരുന്നതെങ്കിൽ പവർ ഇക്വേറ്റ് ചെയ്യാം അല്ലെ, ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആണോ? നല്ലല്ല, ഇത് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റൂ. അപ്പൊ അതുപോലാണ് ഇവിടെ കിടക്കുന്നത്. 7 raised to x plus 2 equal to 49 raised to 2x minus 3. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? ഇപ്പൊ ഇവിടെ 7, ഇവിടെ 49 ഒരേപോലെ ആക്കാം അല്ലെ. ആദ്യം ഇവിടെ ഇപ്പൊ നമുക്ക് എക്സിനെ ഒന്നും നമുക്ക് ഒരേപോലെ ആക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എന്താണ്, ഈ 49നെ 7ന്റെ ഒരു പവറിൽ എഴുതുക. എന്താണ്? 7 സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് എഴുതാം, ഇത് 7 സ്ക്വയർ the whole raised to 2x minus 3 ആണ്. ഇവിടെ നമുക്ക് ഒരു ഐഡന്റിറ്റി അറിയാം, a raised to m the whole raised to n എന്ന് പറഞ്ഞാൽ എന്താ, a raised to m into n ആണ് അല്ലെ. അപ്പൊ ഇവിടെ എന്താ വരും, 2 into 2x minus 3 വരും. that is 7 raised to 2 into 2x minus 3. ഇപ്പൊ എങ്ങനെ എഴുതാം, 7 raised to 4x minus 2 into 3 6. ഇവിടെ എന്താണ്, 7 raised to x plus 2. ഇപ്പൊ എന്തായി, ബേസ് സെയിം ആയി. നമുക്ക് പവർ ഇക്വേറ്റ് ചെയ്യാം. പവർ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ നോക്കിയേ, ഇവിടുത്തെ എക്സ് ഫസ്റ്റ് എക്സ് പ്ലസ് 2 എന്നാണ് അതിന്റെ പവർ. ദാറ്റ് വിൽ ബി ഈക്വൽ ടു, അടുത്ത കേസിൽ എന്താ, 4x മൈനസ് 6 അല്ലെ. അപ്പൊ അത് ഈക്വൽ ആയിരിക്കും 4x മൈനസ് 6. ഇനി ഇത് സോൾവ് ചെയ്താൽ പോരായോ? ഓക്കെ, എക്സ് ഈ സൈഡിലോട്ട് പോയാൽ എന്ത് വരും, 4x മൈനസ് 3 ആകും. ഈ മൈനസ് 6 ഇവിടെ വരുമ്പോൾ പ്ലസ് ആയി അല്ലെ, 6 പ്ലസ് 2 ആയി. ഇവിടെ എക്സ് ആണ്, 4x മൈനസ് എക്സ്. ഓക്കെ, 4x മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 3x, 6 പ്ലസ് 2 8. ദാറ്റ് ഈസ് 3x ഈക്വൽ ടു 8 എന്ന് വന്നു. ദാറ്റ് ഈസ് x വിൽ ബി ഈക്വൽ ടു 8/3. സോ ഓപ്ഷൻ ബി 8/3. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 8 ആൻഡ് ദ പ്രോഡക്റ്റ് ഈസ് 15, വാട്ട് ഈസ് ദ സം ഓഫ് ദ റെസിപ്രോക്കൽസ്? രണ്ട് നമ്പേഴ്സ്, ലെറ്റ് ഇറ്റ് ബി എക്സ് വൈ. നമുക്ക് രണ്ട് നമ്പർ എടുക്കാം. ആ എക്സിന്റെയും വൈയുടെയും സം എന്ന് പറയുന്നത് 8 ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ അവരുടെ പ്രോഡക്റ്റ്, അതായത് എക്സ് ഇൻറ്റു വൈ എടുത്താൽ 15 ആണെന്നും തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കാനുള്ളത്? റെസിപ്രോക്കലിന്റെ സം, അതായത് 1/x പ്ലസ് 1/y എന്താണെന്ന് കണ്ടുപിടിക്കണം. ക്ലിയർ അല്ലേ? നമുക്ക് ആദ്യം അതൊന്നും എടുത്തേ. 1/x പ്ലസ് 1/y ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. y into 1 പ്ലസ് എക്സ് ഇൻറ്റു 1 ബൈ എക്സ് ഇൻറ്റു വൈ അല്ലെ. ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ ബൈ എക്സ് വൈ എന്ന് കിട്ടും അല്ലെ. അപ്പൊ 1/x പ്ലസ് 1/y കാണാൻ എക്സ് പ്ലസ് വൈ ബൈ എക്സ് വൈ കണ്ടാലും മതി. ഓക്കെ, എക്സ് പ്ലസ് വൈയുടെ വാല്യൂ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 8 ബൈ എക്സ് വൈയുടെ വാല്യൂ തന്നിട്ടുണ്ട് 15. സോ ആൻസർ ആയി 8/15. ക്ലിയർ അല്ലേ? ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ റേഷ്യോ ഓഫ് two positive numbers is 5:6 and the product is 480, then the greatest number is. രണ്ട് നമ്പേഴ്സിന്റെ റേഷ്യോ തന്നിട്ടുണ്ട് 5:6 ആണെന്ന്. ദെൻ പറയുന്നത് എന്താ, ഈ രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് വരുന്നത് 480 ആണ് എങ്കിൽ ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ. നോക്കിയേ, രണ്ട് നമ്പേഴ്സിന്റെ റേഷ്യോ തന്നാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് നമ്പർ 5x എന്നും സെക്കൻഡ് നമ്പർ 6x എന്നും എഴുതിക്കൊള്ളുക. ഓക്കെ, രണ്ട് നമ്പേഴ്സിന്റെ റേഷ്യോ തന്നാൽ ഫസ്റ്റ് നമ്പർ 5 എന്ന് പറഞ്ഞാൽ 5x ആണ് നമ്മുടെ നമ്പർ, രണ്ടാമത്തെ നമ്പർ 6x ആണ്. ഇനി അതൊന്ന് പ്രോഡക്റ്റ് എടുത്തേ, 5x ഇൻറ്റു 6x അല്ലെ. 5 into 6 30, 2x വരുമ്പോഴത്തേക്ക് x². ഇതാണ് നമ്മൾ എക്സിൽ എടുക്കുമ്പോൾ പ്രൊഡക്റ്റ്. അത് എന്തിനു തുല്യമെന്നാ പറഞ്ഞേക്കുന്നത്? 480. സോ ഇക്വേറ്റ് ചെയ്യാം, സോൾവ് ചെയ്താൽ പോരെ. അപ്പൊ എക്സ് കിട്ടത്തില്ലേ? 30x² ഈക്വൽ ടു 480. അപ്പൊ ചെയ്തേ, ദാറ്റ് ഈസ് x² വിൽ ബി ഈക്വൽ ടു എന്താ, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ടൈം ഈക്വൽ ടു ഇവിടെ വരുമ്പോൾ എന്താ, ഡിവിഷൻ ആകും അല്ലെ. ദിസ് 480/30. സോൾവ് ചെയ്തേ, x² വിൽ ബി ഈക്വൽ ടു
സീറോസ് കട്ട് ചെയ്യാം. 48 ഡിവൈഡ് ബൈ 18 ചെയ്യുന്ന വരും 1 16. എക്സ് സ്ക്വയർ ഈക്വൽ ടു 16. ഇനി എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സ്ക്വയർ റൂട്ട് ഓഫ് 16. നമുക്കറിയാം 4 into 4 ആണ് 16 അല്ലേ? അപ്പൊ എക്സിന്റെ വാല്യൂ എന്ത് വരും? 4 വരും. ക്ലിയർ അല്ലേ? സോ ഓപ്ഷൻ എക്സ് ആണ് ആൻസർ. കിട്ടിയില്ല, നമുക്ക് എക്സ് മാത്രമേ കിട്ടിയുള്ളൂ 4. നമ്മൾ എന്താ നോക്കേണ്ടത്? ഗ്രേറ്റസ്റ്റ് നമ്പർ. 5x-ലും 6x-ലും ഏതാ വലുത്? രണ്ടും ചെയ്ത് നോക്കി ഗ്രേറ്റർ കണ്ടുപിടിക്കാം. അതിന്റെ ആവശ്യമില്ല. 5x-ഉം 6x-ഉം ആണ്. അതിലെ ഗ്രേറ്റർ നമ്പർ എന്ന് പറഞ്ഞാൽ 6x ആണ്. സോ നമ്മുടെ ആൻസർ എന്താണ്? 6 into 4 24. ഓപ്ഷൻ സി 24. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് സം ഓഫ് 4 consecutive odd numbers is 976, then find the smallest odd number among that 4. 4 അടുത്തടുത്തുള്ള അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള എന്താ ഒറ്റ സംഖ്യകളുടെ സം എന്ന് പറഞ്ഞാൽ 976 ആണ് അല്ലെ? അടുത്തടുത്തുള്ള 4 ഒറ്റ സംഖ്യകൾ. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം അത്? ഫസ്റ്റ് നമ്പർ എക്സ് എന്ന് അസ്യൂം ചെയ്താൽ അടുത്ത നമ്പർ എന്തായിരിക്കും? ഓഡ് നമ്പേഴ്സ് 2 കൂട്ടി പോകും അല്ലെ? ഈവൻ നമ്പേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ. ഈവൻ നമ്പർ ആണെങ്കിലും ഓഡ് നമ്പർ, നമ്മൾ ഒരു നമ്പർ അസ്യൂം ചെയ്താൽ അടുത്ത ഓഡ് നമ്പർ ഇടുന്ന 2 കൂട്ടി പോകണം അല്ലെ? പിന്നെ അടുത്ത വീണ്ടും 2 എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമുക്ക് തുടക്കത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ 4 കൂട്ടി പോകുന്നു അല്ലെ? ആദ്യം എക്സ് ആണെങ്കിൽ അടുത്തത് x+2. ഈ x+2ന്റെ കൂടെ വീണ്ടും ഒരു 2 ഇട്ടാൽ അടുത്തത് കിട്ടും. അതായത് x+4 എന്ന് പറയും അല്ലെ? x+4. ഇതിന്റെ കൂടെ വീണ്ടും ഒരു 2 ഇട്ടാൽ എന്തായി? വീണ്ടും അടുത്തത് കിട്ടി. അതായത് x+6 അല്ലെ? അപ്പൊ ഇതാണ് 4 നമ്പേഴ്സ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താ? ഈ 4 നമ്പേഴ്സിന്റെ സം എന്ന് പറഞ്ഞാൽ 976 ആണ്. ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്താൽ എന്ത് വരും? 976 എന്ന് വരും അല്ലെ? അപ്പൊ എന്താ നോക്കിയേ, 4x plus 2 plus 4 6, 6 plus 6 12. 4x plus 12 equal to 976 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 4x will be equal to 976 minus 12. എന്ത് വരും? 964 എന്ന് വരും അല്ലെ? 964 എന്ന് കിട്ടി. That is 4x equal to 964. So x will be equal to 964 by 4. എന്ത് വരും? 241 എന്ന് വരും അല്ലെ? അതായത് എക്സിന്റെ വാല്യൂ 241 കിട്ടി. നമ്മളോട് ചോദിക്കുന്നത് സ്മോളസ്റ്റ് ഓഡ് നമ്പർ ആണ്. എന്താ ആൻസർ വരുന്നത്? 241 അല്ലെ? എക്സ് ആണ് ഏറ്റവും ചെറുത്, 241 ആണ്. സോ ആൻസർ ഓപ്ഷൻ ബി 241. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഒരു രീതി. ഇതല്ലാതെ ഒരു രീതിയും കൂടെ ഞാൻ പറഞ്ഞുതരാം, ഒന്ന് ശ്രദ്ധിക്കാം. അതായത് അത് നമ്മൾ ആവറേജിലൊക്കെ ഒരു ഷോർട്ട് കട്ട് പഠിക്കുന്നതാണ്. ആ ഒരു രീതിയിൽ നമുക്കിത് പെട്ടെന്ന് ചെയ്യാം. എങ്ങനെയാന്ന് വെച്ചാൽ ഒന്ന് ശ്രദ്ധിക്കാം. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? ആവറേജ് എന്ന് വെച്ചാൽ സം ബൈ നമ്പർ ആണ് അല്ലെ? ഈ ക്വസ്റ്റ്യനിൽ ആവറേജ് എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ സമ്മ് തന്നിട്ടുണ്ട്. സമ്മ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവറേജ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. തുടർച്ചയായിട്ടുള്ള ഇരട്ട സംഖ്യകള്, തുടർച്ചയായിട്ടുള്ള ഒറ്റ സംഖ്യകള്, അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യകൾ, നാച്ചുറൽ നമ്പേഴ്സ്, ഇതൊക്കെ തന്നാൽ അതിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ മിഡിൽ ടേം ആണ്. ഒരു എക്സാമ്പിൾ പറയാം. 2 4 6 8 10. ഇതെന്താ? തുടർച്ചയായിട്ടുള്ള ഈവൻ നമ്പേഴ്സ് അല്ലെ? ഇരട്ട സംഖ്യകളാണ്. കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ആണ് ഇതൊക്കെ. ഈ നമ്പേഴ്സിന്റെ ആവറേജ് നമുക്കറിയാം. ഒന്ന് ഇതെല്ലാം കൂടെ ആഡ് ചെയ്തു ഇതിന്റെ എണ്ണമായ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ പെട്ടെന്ന് ആൻസർ പറയാം. ഇതിന്റെ മിഡിൽ ടേം ആണ് ആവറേജ്. മനസ്സിലായോ? ആവറേജ് ഈ 2 4 6 8 10ന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ ഇതിൽ 5 ടേം ഉണ്ട്. അതിന്റെ മിഡിൽ ടേം ആണ് ആവറേജ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോ നിങ്ങളിപ്പോ മനസ്സിലാലോചിച്ചതായിരിക്കും അല്ലെ? ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ അപ്പൊ എന്താ? എക്സാക്ട് മിഡിൽ ഇല്ല അല്ലെ? അവിടെ എന്താ ചെയ്യുന്നത്? മിഡിൽ ടേംസിന്റെ ആവറേജ്. അതായത് നമുക്ക് ഇങ്ങനെ നോക്കിയാൽ മതി. 4ന്റെയും 6ന്റെയും മിഡിൽ ഏതാ നമ്പർ വരുന്നത്? അതാണ് അതിന്റെ ആവറേജ്. 4നും 6നും ഇടയിൽ വരുന്നത് 5 ആണ് അല്ലെ? സോ ഈ നമ്പേഴ്സിന്റെ ആവറേജ് 5 ആണ്. 2 4 6 8ന്റെ ആവറേജ് എന്താണ്? 5 ആണ്. ക്ലിയർ ആണോ? വേറൊരു എക്സാമ്പിൾ ഞാൻ 1 2 3 4. ഇതെന്താ? കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. ഇതിന്റെ ആവറേജ് എന്താ? 2നും 3നും ഇടയിലുള്ള 2.5 ആണ് ആൻസർ. ക്ലിയർ അല്ലേ? അപ്പം ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ എക്സാക്ട് മിഡിലായിരിക്കത്തില്ല. മിഡിൽ ടേംസിന്റെ ആവറേജ് എന്ന് പറയും. അല്ലെങ്കിൽ ആ രണ്ടെണ്ണത്തിന്റെ ഇടയിൽ എന്താണോ വരുന്നത് അത് നോക്കുക. അല്ല ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ എക്സാക്ട് മിഡിലായിരിക്കും. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് 4 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സിന്റെ സം 976 ആണെന്ന്. സം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവറേജ് കണ്ടുപിടിക്കാം അല്ലെ? സോ ആവറേജ് എന്തായിരിക്കും വരുന്നത്?
ആവറേജ് വിൽ ബി ഈക്വൽ ടു 976/4. 4 നമ്പേഴ്സ് അല്ലേ? ഓക്കെ, അപ്പൊ ഡിവൈഡ് ചെയ്തേ. അപ്പൊ എന്തുവരും? 2 4 4 244 എന്ന് വരും അല്ലെ. അതായത് ഇവിടെ 4 നമ്പർ ഉണ്ട്, 1 2 3 4. ഈ 4 നമ്പേഴ്സിന്റെ ആവറേജ് ആണ് 244 എന്ന് വെച്ചാൽ ഈ 2നും 3നും ഇടയിലുള്ള നമ്പറാണ് 244. 244 ഒരു ഈവൻ നമ്പർ അല്ലെ, അത് ഓഡ് നമ്പർ അല്ല നമുക്കറിയാം. അപ്പൊ ഇതിന്റെ ഇടയിലാണ്. അപ്പം ഇങ്ങോട്ടുള്ള നമ്പർ ഏതാ? പുറകിലോട്ടുള്ള നമ്പർ ഏതായിരിക്കും? 243. അടുത്ത ഓഡ് നമ്പർ ഏതായിരിക്കും? 241 അല്ലെ. ഞാൻ ഈ പുറകോട്ട് എഴുതി എന്തുകൊണ്ട്? നമ്മളവിടെ സ്മോളസ്റ്റ് ഓഡ് നമ്പറാ ചോദിച്ചത്, അതുകൊണ്ട്. ഇനി മുന്നോട്ട് വേണമെങ്കിൽ എഴുതാം. 245, ഇത് 247. ഈ 4 നമ്പേഴ്സ് നമുക്ക് കിട്ടി. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഒരു പോയിന്റ് അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. ആവറേജ് തന്നെങ്കിൽ പെട്ടെന്ന് തന്നെ എഴുതാം. ഇവിടെ സമ്മ് തന്നുകൊണ്ട് നമ്മൾ ആവറേജ് കണ്ടുപിടിച്ചു അല്ലെ. 976 എന്നുള്ള സമ്മ് തന്നിട്ടുണ്ട്. സോ ആവറേജ് കണ്ടുപിടിച്ചു 244. കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ആയതുകൊണ്ട് ഇതിന്റെ മിഡിൽ ടേം ആണ്. ഇവിടെ ഈവൻ നമ്പർ ഓഫ് ടേംസ് ആയതുകൊണ്ട് 2നും 3നും ഇടയിലാണ് 244 വരുന്നത്. പിന്നെ അങ്ങോട്ടുള്ള ഓഡ് നമ്പർ ഇങ്ങോട്ടുള്ള ഓഡ് നമ്പേഴ്സ് എഴുതിയാൽ മതി അല്ലെ. സ്മോളസ്റ്റ് ഓഡ് നമ്പർ 241. ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് എ ആൻഡ് ബി ടുഗദർ ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 12 days, A and C together in 8 days, B and C together in 6 days, then B alone can complete the work in how many days? ഇത് ടൈം ആൻഡ് വർക്ക് എന്നുള്ള ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ ഇതിന്റെ ഒരു ഇത് ചെയ്യാനുള്ള എളുപ്പമാർഗ്ഗം നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. ആ ഒരു മെത്തേഡ് അറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നതാണ്. ഒന്ന് നോക്കിയേ. ഞാൻ ജസ്റ്റ് അതിന്റെ തുടക്ക കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ പറയാം, ഒന്ന് ശ്രദ്ധിക്കുക. അത് അറിയാത്ത ആരെങ്കിലും ആണെങ്കിൽ ഒന്ന് നോക്കുക. വർക്കിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം എഫിഷ്യൻസി ഇൻറ്റു ടൈം എന്ന് പറയാം. ഓക്കെ, എഫിഷ്യൻസി എന്നാൽ അവരുടെ കഴിവ്, അതായത് ഒരു ദിവസം എന്ത് വർക്കാണോ ചെയ്യാൻ പറ്റുന്നത് അതിനെയാണ് കഴിവ് അല്ലെങ്കിൽ എഫിഷ്യൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇപ്പൊ നമ്മൾ പറയുക എനിക്ക് ഒരു ദിവസം 2 വർക്ക് ചെയ്യാൻ പറ്റും, അതാണ് എന്റെ എഫിഷ്യൻസി അല്ലെ. 1 day's വർക്ക്, ഒരു ദിവസം എത്ര വർക്ക് ചെയ്യാൻ പറ്റും അതിനെയാണ് എഫിഷ്യൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം എനിക്ക് ഒരു ദിവസം 2 വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ 5 ദിവസം ചെയ്താൽ എന്റെ വർക്ക് എന്തായിരിക്കും? 2 into 5 ആയിരിക്കും അല്ലെ. എഫിഷ്യൻസി ഇൻറ്റു ടൈം. അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക. വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈം. അതേപോലെ തന്നെ ഇവിടുന്ന് നമ്മൾ എഫിഷ്യൻസി ഈക്വൽ ടു വർക്ക് ബൈ ടൈം, ടൈം ഈക്വൽ ടു വർക്ക് ബൈ എഫിഷ്യൻസി, ഇങ്ങനെല്ലാം നമ്മൾ ഇക്വേഷൻസ് ഇതിൽ നിന്ന് പഠിക്കാം. അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ ക്വസ്റ്റ്യൻ, ടൈം ആൻഡ് വർക്കിലെ ക്വസ്റ്റ്യനുകൾ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്, ഈ ടൈം തന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഒരാളോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്കോ ഒരു ജോലി മുഴുവനായി ചെയ്ത് തീർക്കാനുള്ള ടൈമുകൾ തന്നിട്ടുണ്ടെങ്കിൽ ആ ടൈമുകളുടെ LCM എടുക്കുന്നതാണ് വർക്ക് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എക്ക് ഒരു ജോലി, ഇപ്പൊ ഈ എക്ക് ഈ ഒരു പെൻ ഉണ്ടാക്കാനായിട്ട് 15 days വേണം. ബിക്ക് അതേ ജോലി, അതായത് ഈ ഒരു പെൻ ഉണ്ടാക്കാനായിട്ട് ബിക്ക് 10 days വേണം എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് ടൈമാണ് അല്ലെ. അവരുടെ എഫിഷ്യൻസി ഇങ്ങനെ ചെയ്തു എന്നല്ല, എഫിഷ്യൻസി പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് അല്ലെ. അപ്പൊ എന്താ വർക്ക് എന്ന് പറഞ്ഞാൽ ഈ 15ന്റെയും 10ന്റെയും LCM എടുക്കുന്നതായിരിക്കും വർക്ക് എന്ന് പറയുന്നത് അല്ലെ. ഈ ഒരു ക്വസ്റ്റ്യനിലെല്ലായിടും വർക്ക് എന്ന് പറയുന്നത് അതാണ്. അങ്ങനെ വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എഫിഷ്യൻസി കണ്ടുപിടിക്കാം. വർക്കിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എഫിഷ്യൻസി കിട്ടും അല്ലെ. അപ്പൊ എഫിഷ്യൻസി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത് എയും ബിയും കൂടെ ചെയ്യാനുള്ള ടൈം 12 ആണ് അല്ലെ. എയുടെയും ബിയുടെയും ഒരുമിച്ച് തന്നിട്ടുണ്ട് അല്ലെ. ഒരുമിച്ച് അവർക്കൊരു ജോലി മുഴുവനായി ചെയ്തു തീർക്കാൻ 12 days എടുക്കും. എയും സിയും കൂടെ ആണെങ്കിൽ 8 days എടുക്കും. ഇനി ബിയും സിയും കൂടെ ആണെങ്കിൽ 6 days എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലെ വർക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 12, 8, 6 ഈ നമ്പേഴ്സിന്റെ LCM കാണുക. ഓക്കെ, 24 ആണ് ആൻസർ വരുന്നത്. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോ. ഈ ചെയ്യുന്നത് എങ്ങനെയാ? 2 കോമൺ, ഇപ്പൊ എന്താണോ കോമൺ വരുന്നത് അത് എടുക്കുക. 2 കോമൺ വന്നു. ഇനി 4 ആണെങ്കിൽ അങ്ങനെ. ഇനി നോക്കണ്ട, ഇവിടെ 6 ഉണ്ടായ സ്ഥിതിക്ക് നമ്മൾ 2 തന്നെ എടുക്കുക. 2 എടുത്തു, എന്താ ഇവിടെ 6 വന്നു, ഇവിടെ 4 വന്നു, ഇവിടെ 3 വന്നു അല്ലെ. ഇനി 3 കോമൺ എടുത്താൽ 2 വന്നു, 4 അങ്ങനെ തന്നെ എഴുതുക, 1. ഇനി എന്താ 2 കോമൺ എടുത്തു, 1, 2, 1. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ എന്താ എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6, 12, 2, 24 അല്ലെ. LCM നമുക്ക് 24 എന്ന് വരും. ഓക്കെ, സോ വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? 24 ആയിരിക്കും. ഇവർ ഈ ചെയ്ത വർക്കിന് ഈ ക്വസ്റ്റ്യനിൽ എവിടെ വർക്ക് എന്ന് പറഞ്ഞാൽ അത് 24 ആയിട്ട് എഴുതുക. ഓക്കെ, ദെൻ നമ്മൾ എഫിഷ്യൻസി കാണുക. ടൈം തന്നിട്ടുണ്ട്, ആ ടൈമുകളുടെ LCM വെച്ച് നമ്മൾ വർക്ക് കണ്ടുപിടിച്ചു. ദെൻ എഫിഷ്യൻസി, A + Bയുടെ എഫിഷ്യൻസി എന്ത് വരും? 24/12, 2. A + Cയുടെ എഫിഷ്യൻസി 24/8, 3.
ബി പ്ലസ് സിയുടെ എഫിഷ്യൻസി 24/6 4. അങ്ങനെ നമുക്ക് എഫിഷ്യൻസി കിട്ടി അല്ലെ. അതായത് എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി 2 എന്ന് കിട്ടി, എ പ്ലസ് സിയുടെ എഫിഷ്യൻസി 3 എന്ന് കിട്ടി, ബി പ്ലസ് സിയുടെ എഫിഷ്യൻസി 4 എന്ന് കിട്ടി അല്ലെ. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി എന്താണോ കണ്ടുപിടിക്കാനുള്ളത് അത് നോക്കുക. എന്താ നമുക്ക് വേണ്ടത്? ബി എലോൺ ക്യാൻ ഡു ദ വർക്ക്. ഈ വർക്ക് ചെയ്യാൻ ബിയുടെ ടൈം ആണ് വേണ്ടത് അല്ലെ. ടൈമിന്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താ? വർക്ക് ബൈ എഫിഷ്യൻസി. അതായത് വർക്ക് ബൈ എഫിഷ്യൻസി ഓഫ് ബി. വർക്ക് 24 ആണെന്ന് അറിയാം. ബിയുടെ എഫിഷ്യൻസിയും കൂടെ കണ്ടുപിടിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ എഫിഷ്യൻസി ഇവിടെ നമുക്കറിയാവുന്നത് എ പ്ലസ് ബിയുടെ അറിയാം, എ പ്ലസ് സിയുടെ അറിയാം, ബി പ്ലസ് സിയുടെ അറിയാം. ബിയുടെ മാത്രമായിട്ട് എഫിഷ്യൻസി കിട്ടണം. അത് കിട്ടിയാൽ നമ്മുടെ ആൻസർ ആയി. എന്താ ചെയ്യേണ്ടത്? ഒന്ന് നോക്കിയേ. ഇത് നമ്മൾ ഇനി സാധാ പ്ലസ് മൈനസ് ഒക്കെ ചെയ്യുന്നതിന്റെ കൂട്ടേ ഉള്ളൂ. എയും ബിയും കൂടെ കൂട്ടിയാൽ 2, എയും സിയും കൂടെ കൂട്ടിയാൽ 3, ബിയും സിയും കൂടെ കൂട്ടിയാൽ 4 അല്ലെ. അങ്ങനെയാണെങ്കിൽ ബി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഒന്ന് നോക്കിയേ. ഇത് 3ഉം കൂടെ ഒന്ന് കൂട്ടിയേ. ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എടുക്കാം, ഇത് സെക്കൻഡ് ഇക്വേഷൻ, ഇത് തേർഡ് ഇക്വേഷൻ. ഇത് 3ഉം കൂടെ ഒന്ന് കൂട്ടിയേ. നമുക്ക് എന്ത് വരും? 2a 2b 2c, അതായത് 2 into a plus b plus c എന്ന് വരും അല്ലെ. ഈക്വൽ ടു ഈ ഒരു സൈഡ് കൂട്ടിയാൽ 5 + 4 9 എന്ന് വന്നു. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് a plus b plus c will be equal to 9/2 എന്ന് തോന്നി. അതായത് എയും ബിയും സിയും കൂടെ 3 പേരുടെയും കൂടെ എഫിഷ്യൻസി 9/2 എന്ന് കിട്ടി. നമ്മളുടെ ചോദ്യം ചില ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഫൈൻഡ് ദ ടൈം ഫോർ എ ബി ആൻഡ് സി ടുഗദർ ക്യാൻ ഡു ദ വർക്ക്. 3 പേർ കൂടെ ഒരുമിച്ച് ചെയ്യാനുള്ള സമയം ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ആയിരുന്നു ചോദ്യമെങ്കിൽ ഇത്രയും നമുക്ക് ചെയ്തിട്ട് നമുക്ക് ടൈം കണ്ടുപിടിക്കാം. എന്താ? എയുടെയും ബിയുടെയും സിയുടെയും കൂടെ ടൈം ചോദിച്ചാൽ വർക്ക് ബൈ 3 പേരുടെയും കൂടെ എഫിഷ്യൻസി 24/9/2 അത് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ ചോദിക്കുന്ന എന്താ? ബി ഒറ്റയ്ക്ക് ചെയ്യാനുള്ള. അപ്പൊ ബിയുടെ മാത്രം എഫിഷ്യൻസി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ചെയ്താൽ മതി? എയും ബിയും സിയും കൂടെ കൂട്ടിയാൽ 9/2 കിട്ടും. ഇനി അതേപോലെ ബി വേണമെങ്കിൽ നോക്കിയേ, എയും സിയും കൂടെ കൂട്ടിയാൽ എത്ര? 3 കിട്ടും. അത് ഇവിടെ ഇട്ട് കൊടുത്താൽ ബി മാത്രം കിട്ടത്തില്ലേ? ക്ലിയർ ആണോ? എയും സിയും കൂടെ കൂട്ടിയാൽ 3 കിട്ടിയിട്ടുണ്ട്. അതിന് ഇവിടെ വാല്യൂ ഇട്ട് കൊടുക്കുക. എ പ്ലസ് സി എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 + b = 9/2. ഇത് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? ബി കിട്ടും. ചെയ്തേ. b = 9/2 - 3. That is 9 - 6/2. That is 3/2. അങ്ങനെ ബിയുടെ എഫിഷ്യൻസി നമുക്ക് 3/2 എന്ന് കിട്ടി. ഇനി അവിടെ സോൾവ് ചെയ്താൽ പോരായോ? 24 എഫിഷ്യൻസി ഓഫ് ബി എന്തിട്ട് കൊടുക്കണം? 3/2. സോൾവ് ചെയ്തേ. 24 into 2/3. ഇവിടെ കട്ട് ചെയ്താൽ 8 ആയി. 8 into 2 16 days. ക്ലിയർ ആണോ? ഓപ്ഷൻ ഡി 16. അപ്പൊ ഈ ഒരു കാര്യം ഒന്ന് പഠിച്ചു നോക്കുക. ഇതിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ നല്ല രീതിയിൽ കുറെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. അതായത് LCM എടുക്കാൻ കുറെ നമ്പേഴ്സ് എടുത്ത് നമ്മൾ LCM ഒന്ന് സ്പീഡിലാക്കുക. അതിന്റെ ഷോർട്ട് കട്ട് മെത്തേഡുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ. അപ്പം ഇത്രയേ ഉള്ളൂ. ടൈമുകൾ തന്നിരുന്നാൽ അതിന്റെ LCM എടുത്ത് വർക്ക് കണ്ടുപിടിക്കുക. അതിനുശേഷം അവരുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കുക. ഓക്കെ. പിന്നെ നമ്മൾ ആലോചിക്കേണ്ട ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കുക. എന്തിന്റെയാണോ എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നത് അത് മനസ്സിൽ വെച്ചിട്ട് വേണം ഇങ്ങോട്ട് നോക്കാനായിട്ട്. അപ്പൊ ഇവിടെ ചോദിച്ചേക്കുന്നത് ബിയുടെ ടൈമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബിയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നതാണ് നമ്മളുടെ ലക്ഷ്യം അല്ലെ. ഓക്കെ. പിന്നെ കിട്ടിയേക്കുന്ന എഫിഷ്യൻസികളിൽ നിന്ന് ബി എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ആലോചിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തത് ഇതെല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എയും ബിയും സിയും കൂടെ ഉള്ളത് കിട്ടി. അതിലേക്ക് എയുടെയും സിയുടെയും കൂടെ. ഇപ്പം ഇൻ കേസ് ഈ ക്വസ്റ്റ്യൻ എ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യണം? എയുടെ ടൈം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബിയും സിയും കൂടി ഇവിടെ ഇട്ട് കൊടുത്താൽ എ കിട്ടും. ഇനി സിയുടെ ആണ് ചോദിച്ചിരുന്നെങ്കിലോ എയും ബിയും കൂടി ഇവിടെ ഇട്ട് കൊടുത്താൽ നമുക്ക് സിയുടേത് കിട്ടും അല്ലെ. ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് ABC ടുഗദർ ചോദിക്കാം, എ അലോൺ ചോദിക്കാം, ബി അലോൺ ചോദിക്കാം, സി അലോൺ ചോദിക്കാം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. PQ is the diameter of a circle with center O. Draw the tangent at P, mark a point R on the circle and produce QR to meet the tangent at P at S. If angle PSQ is 48 degree, then find angle PQR. എന്നോടൊന്ന് വായിക്കുക. PQ is the diameter of a circle. PQ is the diameter of a circle with a center O. Okay, center O. Draw a tangent at P. ടാൻജന്റ് അറിയാമല്ലോ. ഈ പിയിൽ മാത്രം ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ വരയ്ക്കുന്നത് അല്ലെ. ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ഈ ഡയമീറ്ററിന് എന്തായിരിക്കും? 90 ഡിഗ്രിയിലായിരിക്കും നമ്മൾ വരയ്ക്കുന്നത്. ടാൻജന്റ് എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ. അങ്ങനെ ടാൻജന്റ് വരച്ചു. മാർക്ക് എ പോയിന്റ് ഓൺ R ഓൺ ദ സർക്കിൾ ആൻഡ് പ്രൊഡ്യൂസ് QR ടു മീറ്റ് ദ ടാൻജന്റ് അല്ലെ. ഈ ഒരു പോയിന്റ് ഇങ്ങനെ ഇവിടാണ്. സർക്കിളിൽ ഒരു R എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്തു. ക്യൂവും ആറും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ടാൻജന്റിൽ തട്ടിച്ചു അല്ലെ, അറ്റ് S.
ഇനി ക്വസ്റ്റിനെ പറഞ്ഞത് PSQ ഈ ആംഗിള് 48 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട് എങ്കിൽ PQ ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഒന്ന് ഈ ഒരു ഫിഗർ ഒന്ന് താഴോട്ട് എടുത്ത് വരച്ചാൽ ദാണ്ട ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണിത് അല്ലെ. അതായത് ഇത് 90 ഡിഗ്രിയാ. ക്ലിയർ അല്ലേ? കാരണം ടാൻജന്റ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത് അല്ലെ. ടാൻജന്റ് നമ്മൾ ഈ ഒരു പോയിന്റിൽ പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചത് 90 ഡിഗ്രി. അപ്പൊ ഇത് 90 ഡിഗ്രി, ഇത് വന്നേക്കുന്നത് 48 ഡിഗ്രി. ഇനി ഇത് ഓക്കെ. അപ്പൊ ഈ ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സും കൂടെ കൂടിയാൽ നമുക്കറിയാം 180 ഡിഗ്രി ആണ്. അപ്പൊ ഇത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 180 ഡിഗ്രിയിൽ നിന്ന് മറ്റേ 2 സൈഡ്സ് ആഡ് ചെയ്യുന്നത് മൈനസ് ചെയ്യുക. 90 പ്ലസ് 48. ക്ലിയർ അല്ലേ? 180 ഡിഗ്രി മൈനസ് 8 138. അപ്പൊ എന്ത് വരും? 2 5 7 3 42 ഡിഗ്രി അല്ലേ. സോ ആംഗിൾ എന്താ വരുന്നത്? ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 42 ഡിഗ്രി. ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? അപ്പൊ ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ഇത് നമ്മളുടെ ഡിഗ്രി പ്രിലിംസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നോക്കുക. അത് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ചോദിച്ചതെന്ന് മനസ്സിലാക്കി ആ ഏരിയ കൂടുതൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ SI പോസ്റ്റിന്റെ ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയുള്ള പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ സിലബസിലുള്ള എല്ലാം നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്യുന്നതിലൂടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പൊ ഈ കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എക്സാമിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.